തിരുവനന്തപുരം മാറനല്ലൂരിൽ അങ്കണവാടിയിലെ ക്ലാസ് മുറിയിൽ വീണ് പരിക്കേറ്റ 3 വയസ്സുകാരിയുടെ നില ഗുരുതരം. കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. അപകട വിവരം യഥാസമയം വീട്ടുകാരെ അറിയിക്കാതിരുന്ന അങ്കണവാടി വർക്കറെയും ഹെൽപ്പറെയും സസ്പെൻഡ് ചെയ്തു. വിശദാംശങ്ങൾ ഗോകുൽ നൽകും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനാണ് എന്നതാണ് ചോദ്യം. ഇവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കേണ്ടതാണ്, ശിക്ഷാ നടപടി എടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായും കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കെങ്കിലും ഈ കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഗോകുൽ, വിശദാംശങ്ങൾ പറയൂ. മോത്തി, ഈ വ്യാഴാഴ്ചയാണ് മാറനല്ലൂർ മുടന്തിക്കര വാർഡ് 8-ാം നമ്പർ വാർഡിലുള്ള 50-ാം നമ്പർ അംഗൻവാടിയിൽ പെൺകുട്ടി വീഴുന്നത്. 3 വയസ്സുള്ള പെൺകുട്ടി കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അധ്യാപികയും ആയമാരും ഇപ്പോൾ നിലവിൽ പോലീസിനും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷന് മുൻപിലും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വിവരം വീട്ടുകാരോട് പറയാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പോലീസിന് മുൻപിലും ബാലാവകാശ കമ്മീഷന് മുൻപിലും രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്കും കാര്യങ്ങളിലൊക്കെ നീങ്ങിയിട്ടുള്ളതും. എന്തായാലും പെൺകുട്ടി വീണ സമയത്ത് തന്നെ പറയേണ്ടിയിരുന്നതാണ്, പക്ഷേ ഇത് മറച്ചു വെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ SIT ആശുപത്രിയിലാണ് ഇപ്പോൾ പെൺകുട്ടി ഉള്ളത്. തലയോട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പൊട്ടലുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേർവുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മെഡിക്കൽ രേഖകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഉയരത്തിൽ നിന്ന് വീണു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ കണ്ടെത്തൽ. മറിച്ച് ഇത്തരത്തിൽ അധ്യാപകർ പറയുന്നത് പോലെ കസേരയിൽ നിന്ന് മറിഞ്ഞു വീണതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് മറച്ചു വയ്ക്കുക, ഒപ്പം ഇത്രത്തോളം സമയം അവിടെ ഒരു കുറവുണ്ടായി എന്നുള്ളതാണ്. ആശുപത്രിയിലേക്ക് ആ സമയത്ത് തന്നെ എത്തിക്കേണ്ടതാണ്. മറിച്ച് കുടുംബത്തെ കൃത്യമായി അറിയിക്കുന്നതിലും വീഴ്ച പറ്റി. വൈകുന്നേരത്തോടു കൂടിയാണ് അച്ഛൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാനായി അംഗൻവാടിയിൽ എത്തുന്നത്. അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടിയുടെ മുഖത്ത് നീര് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. എന്നാൽ ഉറങ്ങി എണ്ണീറ്റതിൻ്റെതാകാമെന്നുള്ളതാണ് അച്ഛൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് ഇരട്ട കുട്ടികളാണ്, കുട്ടികളിൽ ഒരാളാണ് പറയുന്നത് പെൺകുട്ടി ഇത്തരത്തിൽ വീണ കാര്യം പറയുന്നത്. പിന്നീട് പെൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള സംഘടനകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനും ഒപ്പം പോലീസും ഈ വിവരം കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. എന്തായാലും അധ്യാപകർക്കെതിരെയും ഒപ്പം 2 ആയമാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മൂർത്തി.